ഈ വലിയ അശുദ്ധിയുടെ കുളിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത്? ഇത്രയും കാര്യങ്ങൾക്കാണ് കുളി നിർബന്ധമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് കുളിക്കേണ്ടത്? സാധാരണ ഒരു വെറും കുളിയാണ് സാധാരണ എല്ലാവരും കുളിക്കാറുള്ളത്. എന്നാൽ അങ്ങനെ പോരാ. കുളി വലിയ അശുദ്ധിക്ക് വേണ്ടിയുള്ള കുളിക്ക് നിർബന്ധമായി 2 ഘടകങ്ങളുണ്ട്. അതില്ലെങ്കിൽ ആ കുളി ശരിയാവില്ല. ഒന്നാമത്തത് നിയ്യത്താണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഷവറിന്റെ വീട്ടിൽ ഇങ്ങനെ പോയി എന്നിട്ട് വലിയ അശുദ്ധി ഉയർത്തുവാൻ വേണ്ടി ഞാൻ പഠിത്തം വരാൻ വേണ്ടി വിളിക്കുന്നു ഇങ്ങനെ വർക്കൗട്ട് വിളിച്ചു പറഞ്ഞ് അറബിയിലും മലയാളത്തിലും ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഉറുദു ഒക്കെ പാടെ പറയലൊന്നുമല്ല. പിന്നെന്താണ്, ഞാൻ വലിയ അശുദ്ധി ഉണ്ട് അതിന് ശുദ്ധിയാവുകയാണ് എന്ന് കരുതിയിട്ട് കുളിക്കാന്നർത്ഥം. ആ ഓർമ്മ വേണം. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ ഒരു കുളി വിളിക്കാറുണ്ടല്ലോ, ഇതിന്റെ ഒന്നും ഓർമ്മല്ല. ഇങ്ങനെ ഒന്നും സംഭവിച്ചതായിട്ടും വലിയ അശുദ്ധി ഉള്ളതായിട്ടും ചിന്തയില്ലാതെ പോയിട്ടൊരു കുളി വിളിച്ചു പോകാൻ ആ കുളി മടക്കേണ്ടി വരും. ആ കുളിയല്ല. മറിച്ച് ഇന്ന കാര്യത്തിനാണ് കുളിക്കുന്നത് എന്ന ഓർമ്മ മഹല്ലുൻ നിയ്യത്തിയൽ ഖൽബു, ഹൃദയത്തിൽ ആ ഓർമ്മ വേണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുളി ആരംഭിക്കേണ്ടത്. രണ്ടാമത്തെ ഘടകം, ശരീരം മുഴുക്കെ വെള്ളം എത്തണം. ഈ 2 ഘടകങ്ങളാണ് കുളിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യങ്ങൾ. പിന്നെ അതിനൊരു ഓർഡർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന രീതിയുണ്ട്, മാതൃകയുണ്ട്. ആ രൂപത്തിൽ കുളിക്കുന്നതാണ് സുന്നത്ത്. അതെങ്ങനെയാണ്? പ്രവാചകന്റെ മാതൃക കുളിക്കുമ്പോൾ ആ രീതിയാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഗതസല മിനൽ ജനാബത്തി യബ്ദഉ ഫയഗ്സിലു യദൈഹി സുമ്മ യഫറഗു ബിയമീനിഹി അലാ ശിമാലിഹി فيغسل فرجه ثم يتوضأ وضوءه للصلاة ثم يأخذ الماء ويدخل أصابعه في وصول شعره حتى إذا رأى أنه قد استبرأ حفن على رأسه 3 حثيات ثم أفاض على سائر جسده ثم غسل رجليه. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി തിരുമേനി ഇദാ ഗതസല മിനൽ ജനാബത്തി, വലിയ ശുദ്ധിയിൽ നിന്ന് നബി വൃത്തിയാകുക എങ്ങനെയാണ്? യബ്ദഉ, നബി ആദ്യം പോയിട്ട് ആദ്യം 2 കൈയും നന്നായിട്ട് കഴുകും. അപ്പൊ അതാണ് ആദ്യം 2 കൈയും വൃത്തിയായിട്ട് കഴുകുക. എന്നിട്ട് നബി എന്ത് ചെയ്യും? വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിലേക്ക് വെള്ളം ചൊരിച്ചിട്ട് ഫയഗ്സിലു ഫർജഹു, തന്റെ ലൈംഗിക അവയവം വൃത്തിയായി തേച്ച് കഴുകും. അപ്പൊ 2 കൈയും കഴുകിയതിനു ശേഷം പിന്നെ വലത്തെ കൈയോട് ഇടത്തെ കൈയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തന്റെ ഗുഹ്യസ്ഥാനം വൃത്തിയായി കഴുകും. അതാണ് 2ാമത്തെ തർത്തീബ്, ക്രമം. അത് കഴിഞ്ഞാൽ സുമ്മ യതവല്ലഉ വുദൂഅഹു ലിസ്സലാത്തി, നിസ്കാരത്തിന് എടുക്കുന്നത് പോലെ സമ്പൂർണമായ ഒരു വുദു നബിയെടുക്കും. ഇങ്ങനെ 3 എണ്ണം. ആദ്യം 2 കൈയൊന്ന് കഴുകും, പിന്നെ ഗുഹ്യഭാഗങ്ങളിലുള്ള മാലിന്യങ്ങളൊക്കെ വൃത്തിയായി നീക്കം ചെയ്യും, പിന്നീട് ഒരു വുദു എടുക്കും. പിന്നെ എന്ത് ചെയ്യും? വയുദ്ഖിലു അസാബിയഹു ഫീ ഉസൂലി ശഅരി, മുടിയുടെ ഭാഗങ്ങളിലൊക്കെ ശരിക്കും വെള്ളം എത്തുന്ന രൂപത്തിൽ ഇങ്ങനെ തേച്ച് കഴുകും. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഹഫന അലാ റഅസിഹി 3 ഹസയാത്തിൻ, വെള്ളം എടുത്തിട്ട് 3 കോരൽ തലയിലേക്ക് വയ്ക്കും. അത് തന്നെ വലതുഭാഗം കൊണ്ടാണ് നബി തുടങ്ങാറുണ്ടായിരുന്നത് എന്ന് ചില ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ സുമ്മ അഫാദ അലാ സാഇരി ജസദിഹി, പിന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം ഒഴുക്കും. അവസാനമായിട്ട് കാല് കഴുകും. സുമ്മ ഗസല റിജ്ലൈഹി, അവസാനം തന്റെ 2 കാലും കഴുകാറുണ്ടായിരുന്നു എന്നാണ്. ഇതാണ് കുളിയുടെ രൂപം. വളരെ എളുപ്പമാണ്, ഒരു സംശയത്തിനും ഇടയില്ല. ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഉളു, ഈ ഉളു കൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ഈ ഉളു തന്നെ മതി, പ്രത്യേകം അതിന് വേറെ ഉളു എടുക്കേണ്ടതില്ല. ലൈംഗികാവയൊന്നും തൊട്ടിട്ടില്ലെങ്കിലാണ്, ഉളു മുറിയുന്ന മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്ത്രീകൾക്കും ഇതേ രൂപത്തിൽ തന്നെയാണ് കുളി നിർവഹിക്കേണ്ടത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നബിയുടെ കാലത്ത് ഒരു പ്രത്യേക സംശയം അവർ ചോദിച്ചു. ജടക്കുത്തിയ മുടി, മെടഞ്ഞിട്ട മുടി ഉണ്ടല്ലോ, ആ മുടി അവർ ഈ കുളിക്കുന്ന സമയത്ത് അഴിച്ചിടണോ? മെടഞ്ഞു വെച്ച മുടി അല്ലെങ്കിൽ സിക്കുള്ള മുടിയാണ്, എന്ത് ചെയ്യണം അവർ? അതിങ്ങനെ ഓരോന്നിനും വെള്ളം എത്താൻ വേണ്ടി ഇതൊക്കെ അഴിച്ചിട്ടിട്ട് വേണോ കഴുകാൻ? ഇത് സ്വഹാബാ വനിതകൾ സൂചിക്കുകയില്ല. ഉമ്മു സൽമാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാലത്ത് ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി ഇംറഅത്തുൻ അശുദ്ദു ളഫറ റഅസി അഫ അൻഖുദുഹു ലിഗുസ്ലിൽ ജനാബ ഖാല ലാ ഇന്നമാ യക്ഫീകി അൻ തഹ്തിയ അലാ റഅസികി 3 ഹസയാത്തിൻ സുമ്മ തുഫീലീന അലൈകി മാ ഫതതുഫീലീന. നബി പറയുകയാണ്, ഉമ്മു സൽമാ ബീവി ചോദിച്ചു, ഞാനൊരു സ്ത്രീ, എന്റെ പ്രത്യേകത തലയിലെ മുടി ഞാൻ മെടഞ്ഞു കെട്ടിവെച്ച് ഭദ്രമായി കെട്ടിവെക്കാറുണ്ട്. അങ്ങനെ കെട്ടിവെക്കുന്ന അവസ്ഥയിൽ എനിക്ക് ജനാബത്തുണ്ടായാൽ ഞാൻ കുളിക്കുമ്പോൾ ഈ കെട്ടിവെച്ച മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പ്രത്യേകം ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തേണ്ടതുണ്ടോ? ഇതാണ് ചോദ്യം.
റസൂലുള്ളാഹി പറഞ്ഞില്ല, വേണ്ടതില്ല. ഇന്നമാ യക്ഫീകി, നിനക്ക് ഇത്ര ചെയ്താൽ മതി, നിന്റെ തലയിൽ 3 കോരിൽ വെള്ളം ഒഴിച്ചാൽ തന്നെ മതി. ഓരോന്നിലേക്ക് വെള്ളം എത്താൻ വേണ്ടി സാഹസപ്പെടേണ്ടതില്ല. പിന്നെ നിന്റെ ശരീരത്തിലെല്ലാം വെള്ളം ഒഴുക്കുകയും അതോടുകൂടെ നിനക്ക് ശുദ്ധീകരണം വരുത്തുകയും ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഇത് തീരെ വേണ്ടതില്ല എന്നുള്ളതല്ല, നല്ലതാണ്. മുടിയൊക്കെ കെട്ടൊക്കെ അഴിച്ചിട്ട് നല്ല രൂപത്തിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അതൊരു നിർബന്ധമല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർബന്ധമല്ല. പ്രയാസകരമാണെങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ ഒരു ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ചില സ്വഹാബികൾ സ്ത്രീകളോട് കെട്ടിവെച്ച മുടി അഴിച്ചിടണം എന്ന് നിർബന്ധമായി കൽപ്പിക്കുന്നത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് ദേഷ്യപ്പെടുക പോലും ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം യഅ്മുറുൻ നിസാഅ ഇദാ ഖതസൽന അൻ യൻഖുദന റൂഊസഹുന്ന, സ്ത്രീകൾ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ മെടഞ്ഞു വെച്ച മുടി കെട്ടഴിക്കൽ നിർബന്ധമാണ് എന്ന് അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു. ഈ വിവരം ആയിഷ ബീവി കേട്ടു. ഇങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ സ്ത്രീകളോടൊക്കെ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ ഈ മടഞ്ഞ മുടിയൊക്കെ നിർബന്ധമായും അഴിച്ചിടണം, അങ്ങനെ ശ്രദ്ധിക്കണം, സാഹസപ്പെടണം എന്ന് പറയുന്നതായിട്ട് ആയിഷ ബീവി അറിഞ്ഞപ്പോ അവർ പറഞ്ഞു, യാ അജബൻ ലി ഇബ്നു അംർ, എന്തു പറ്റി ഇബ്നു അംറിന്, എന്തു പറ്റി? വഹുവ യഅ്മുറു നിസാഅ ഇദാ ഖതസൽന ബിനഖ്ദി റൂഊസിഹിന്ന, കുളിക്കുന്ന സമയത്ത് ഇതൊക്കെ കെട്ടഴിച്ച് സാഹസപ്പെട്ട് കുളിക്കണമെന്ന് അദ്ദേഹം കൽപ്പിക്കുന്നുവെന്ന് ഞാൻ കേട്ടല്ലോ. അവമാ യഅ്മുറുഹുന്ന അൻ യഹ്ലിഖ്ന റൂഊസഹുന്ന, ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ മുടി വടിച്ചിട്ട് മുട്ടത്തലമ്മൽ വെള്ളം നിറഞ്ഞ് അത്രയും പ്രയാസപ്പെട്ട് കുളിക്കണം എന്ന് വരെ അദ്ദേഹം കൽപ്പിക്കുവോ? എന്ത് പറ്റി അദ്ദേഹത്തിന്? ലഖദ് കുൻതു അഗ്തസിലു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദ്, ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനും ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു. വമാ അസീദു അലാ അൻ യുഫ്രിഗ അലാ റഅസി സലാസ ഇഫ്റാഗാത്തിൻ, എന്റെ തലയിൽ 3 കോരൽ വെള്ളമൊഴിക്കുക എന്നുള്ളതിലപ്പുറം ഞാൻ എന്റെ മെടഞ്ഞു വെച്ച് മുടി അഴിച്ചിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നില്ലല്ലോ. നബി തിരുമേനിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കുളിക്കുമ്പോൾ വരെ നബി കൽപ്പിക്കാത്തൊരു കാര്യം അബ്ദുല്ലാഹി ഇബ്നു അംർ എന്താ ജനങ്ങളോട് ഇത്ര സാഹസപ്പെട്ടുകൊണ്ട് ഇത് കൽപ്പിക്കുകയാണോ? എന്തു പറ്റി അദ്ദേഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല ആ ഫത്വയെ വിമർശിക്കുകയും അത് ശരിയല്ല, പ്രവാചക ചര്യയിൽ നിന്നത് ദൂരത്താണ്, ഇങ്ങനെയാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിയുടെ രൂപം ഒന്ന് തന്നെയാണ്. ഈ സുന്നത്തുകൾ കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉളുവിന്റെ കാര്യവും അതേപോലെ തന്നെ ആദ്യം കൈ കഴുകലും ലൈംഗികാവയവം കഴുകലും ശരീരത്തിലൊട്ടാകെ വെള്ളമെത്തലും. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ കാണാം, നബിയുടെ ഹദീസിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു, വയുദ്ഖിലു അസാബിയഹു ഫീ ഉസൂലി ശഅരി, മുടിയുടെ അടിയിലൊക്കെ വെള്ളമെത്തുന്ന രൂപത്തിൽ വിരൽ ഓടിച്ചു നബി. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗത്തും വെള്ളമെത്താൻ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. കഴിയുമെങ്കിൽ ഈ ഒരാളെ മുടിങ്ങനെ ചുരുണ്ട പ്രകൃതാണ്, ചില വിഭാഗം ആൾക്കാർ അങ്ങനെ ആയിരിക്കുമല്ലോ, വെള്ളം എങ്ങനെ ആയാലും വെച്ചൂല. പടച്ചതമ്പുരാൻ ഫത്തഖുല്ലാഹ മസ്തതഅതും എന്നാണ് പറഞ്ഞത്. കഴിവില്ല പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അപ്പൊ കഴിവിന്റെ അത്ര നമുക്കത് ചെയ്യാവുന്നതാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മുടിയുള്ളൂ, എല്ലാ ഭാഗങ്ങളിലും വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കുമ്പോൾ വെള്ളം എത്താനും വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ ശുദ്ധീകരണം വരുത്തുവാനും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് കുളിയെ സംബന്ധിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.